ഞാൻ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന അവസരത്തിൽ കളവ് കേസിൽപ്പെട്ട കുറേ ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ ജയിലിൽ വെച്ച് അവർക്ക് ഉപദേശം കൊടുക്കാറായിരുന്നു. അവരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കിയതാണ്. ഇന്ത്യയുടെ ചരിത്രം തന്നെ രാജ്നാരായണൻ, അതുപോലെ തന്നെ ജയപ്രകാശ്, ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് മാനസികമായ പരിവർത്തനമുണ്ടാക്കി അവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുമാപ്പ് കൊടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുള്ള നേതാക്കളാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ ഒട്ടനവധി പേരെ കാണാം. ചില സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ടാവും. ആ തെറ്റ് മനസ്സിലാക്കി തെറ്റുതിരുത്തി മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ കോടതിയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും പറയുന്നത്. അതിൽ വ്യത്യസ്തരായിട്ടുള്ള ചില ജഡ്ജിമാരുണ്ടായേക്കാം. പക്ഷെ പൊതുവായി കാണുന്ന കാഴ്ചപ്പാട് അതാണ്. ഞാൻ പറയുന്നൊരു ഈ ഗാന്ധിജിയുടെ മകൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഗാന്ധിജിയുടെ മകൻ അങ്ങനെ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഗാന്ധിജിയുടെ കുടുംബത്തെ മുഴുവൻ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ഇത് സാഹചര്യങ്ങളിൽ ചിലർ കുറ്റം ചെയ്തിട്ടുണ്ടാവും. ആ കുടുംബത്തെ സാമൂഹ്യമായി ബഹിഷ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ആ തെറ്റുകളിൽ നിന്ന് പ്രേരിപ്പിക്കാതെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് നാം നോക്കേണ്ടത്. അതാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അതാണ് ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കൃത സമൂഹം. അല്ല, ഞങ്ങൾ ശക്തമായി BJPയെയും UDFനെയും ശക്തമായി എതിർക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണ്. വലതുപക്ഷ ശക്തികൾ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന ശക്തികൾ, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ, അവർക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ്. കോൺഗ്രസ്സിന് തന്നെ ഇപ്പോൾ അവർക്ക് തന്നെ വടക്കേ ഇന്ത്യയിൽ കാറ്റ് പ്രതികൂലമായി വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിളക്കമാർന്നൊരു നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരക്കുകയാണ്. അത് കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ കോൺഗ്രസിനെ ജയിക്കണോ? കേരളത്തിൽ ഞങ്ങൾ ജയിച്ചാൽ പോരെ? അതെ, ഉള്ള സ്ഥലത്ത് കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നില്ല. BJP വിരുദ്ധ ശക്തികൾ കർണാടകത്തിൽ എങ്ങനെയാണ് ജയിച്ചത്? കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടല്ല, BJP വിരുദ്ധ തരംഗം. BJP എങ്ങനെ തോൽപ്പിക്കാം, ആർക്ക് തോൽപ്പിക്കാം, അതാണ് അവിടുത്തെ വോട്ടർമാർ ചിന്തിച്ചത്. അവർ വോട്ട് ചെയ്തു. ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിനായിരുന്നു. കോൺഗ്രസ് ധരിച്ചു, അഹങ്കാരത്തോടു കൂടി പറഞ്ഞു ഞങ്ങളെ ശക്തിയാണ്. ഇപ്പോൾ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് അവർക്ക്. രാജസ്ഥാനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവിടെ BJP അധികാരത്തിൽ വരുമായിരുന്നോ? അവിടെ 9 സീറ്റിൽ കോൺഗ്രസ് തോറ്റത് ഒരു മാക്സിമം 5000-ന് താഴെയാണ്. 1000 വോട്ടിന് താഴെയാണ് 5 സീറ്റിൽ കോൺഗ്രസ് തോറ്റത്. ഒരു BJP വിരുദ്ധ ശക്തിയായിരുന്നെങ്കിൽ ഇതെല്ലാം ജയിക്കില്ലേ? BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ? അവരിപ്പോഴും സ്വീകരിക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകൾ തെറ്റാണ്. അതവരുടെ ദേശീയ നേതൃത്വം തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.